പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗ്നി അവനെ വിഴുങ്ങണില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് പോലും അതിൻ്റെ ആവിയും പുകയും അവൻ അനുഭവിക്കാത്ത ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിക്ക് കിട്ടിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിലെ കളകളഞ്ഞാണെന്ന് നീ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് ഈ അഭിഷേകം നിന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, ആന്തരിക അഭിഷേകത്തെ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുലോ നിസ്സാരമാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയെ തൊട്ടറിയാൻ കർത്താവേ ഞങ്ങളിലേക്കും ആന്തരിക അഭിഷേകം ചൊരിയണം. ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. റോമർ 8:18 വായിച്ചുള്ളൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ആരാധന. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നിത്യതയെക്കുറിച്ച് പറയുന്ന വചനമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹത്വം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഹത്വം മുൻകൂറായിട്ട് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചതാണ്. അവന് കൊടുക്കാൻ പോകുന്ന മഹത്വത്തെ ദൈവം അവന് മുൻകൂർ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന് സങ്കടമില്ലാതെ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആണ് നമ്മൾ റോയുടെ ആന്തരിക നേത്രങ്ങളെ കർത്താവ് അത് എഫെസ്യസ് 1:18 എന്താ എഫെസ്യസ് 1:18 പറ. ഈ എഫെസ്യസ് 1:18 റോമ 8:18 കണക്ട് ചെയ്യേണ്ടതാണ്. എഫെസ്യസ് 1:18 എന്താണ്? നമുക്ക് എഫെസ്യസ് 1:18 വായിച്ചോളൂ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നത്തെ? വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മഹത്വം. അത് വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വാഗ്ദാനങ്ങൾ ഒന്ന് മഹത്വമായിട്ട് വരും. ഈ മഹത്വം പലതരത്തിലും ഈ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാവും, ദൈവമഹത്വം വെളിവാകും. ഈ ബൈബിളിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അടയാളങ്ങളെല്ലാം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, കുട്ടികളുണ്ടായി, അല്ലെ ജോലി കിട്ടി, അല്ലേ, അതുപോലെ തന്നെ സ്ഥലം വിറ്റു, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ അടയാളങ്ങളെയും മരിയം പെർസ്പെക്റ്റീവിൽ ഈ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വം വെളിവാക്കുന്നതിൻ്റെ മാധ്യസ്ഥം മറിയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം കഴിയുമ്പോൾ യേശു ക്രിസ്തു അത് അവസാനിക്കണത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ അടയാളം കാണിച്ചത് കാനായിൽ വെച്ചാണെന്ന് പറയാൻ കാരണതാണ്. മഹത്വവും അടയാളവും തമ്മിൽ
അടയാളമുണ്ട്, അത് ദൈവമഹത്വമാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെല്ലാം ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ്. റീഡ് ഇറ്റ്, ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11 വായിച്ചോളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് എന്ന് പറഞ്ഞാൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. കണ്ട. അപ്പൊ യോഹന്നാൻ 2:11 എന്താ പറയണത്? യേശു തൻ്റെ മഹത്വം വെളിവാക്കാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം. അടയാളങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പോഴും അടയാളങ്ങൾ, ഇപ്പോഴുവരെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അടയാളങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. വിഷയങ്ങളില് സമയബന്ധിതമായി ഇടപെടുന്ന മാതൃവാത്സല്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അടയാളം, ദൈവം, ഈ മഹത്വം, ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തുമ്പോഴാണ് ആന്തരിക അഭിഷേകം ഉണ്ടാകണത്. പീഡിയ. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവൻ പറഞ്ഞത് എന്താണ് ഭാര്യയോട്? നമ്മൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ കുഞ്ഞിനെ തരുമെന്ന് അടയാളം കാണിച്ചല്ലേ? അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ തിരിച്ചു പോയെങ്കിലും അത് അടയാളമാണ്. എന്താണ്? അമ്മ നമുക്കിനി കുഞ്ഞിനെ തരുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കും. അപ്പോൾ അവളുടെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കും. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താ പറയുക? പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ അടയാളങ്ങൾ നേരത്തെ, അതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ ചെയ്തപ്പോൾ ഡോക്ടറിനോട് ഈ റോയി ദൈവത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നിന്ന് തിരിച്ച് വാങ്ങിച്ച കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. ഓരോ വിശ്വാസികളാണ്, നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തോട്. ഇവള് 10 മാസം അതിനെ ചുമന്ന് അതിൻ്റെ പുറകെ നടന്നതല്ലേ, ഞാനും കുറേ പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ നിന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. വേറെയാണ് കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞത് ഞങ്ങളൊക്കെ ഒന്ന് നീ വാങ്ങിച്ച കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അവനൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവൻ്റെ വെയിറ്റ്, അവൻ്റെ മുടിയുടെ ചുരുളൻ നിറം, അതുപോലെ തന്നെ അവൻ്റെ അലർജികൾ നിലവാരം എല്ലാം ആദ്യത്തെ കുഞ്ഞിൻ്റെ തന്നെയാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നിന്നെ ദൈവത്തിന് ഏത് വിധേനയും സഹായിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഏത് വിധേനയും. ഇപ്പം അനിതയുടെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അനിതയ്ക്ക് സംഭവിക്കുന്നത് എന്താ? അനിതയ്ക്ക് സംഭവിക്കുന്നത് ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനിതയുടെ പഴയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ട്, ആ സ്റ്റോറി ഭയങ്കര രസമാണ്. അനിതയുടെ ലൈഫിലേക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഇനിയിപ്പോൾ അപ്പോൾ അവൾക്ക് വന്ന മാറ്റം എന്താണ്? അവൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ മകളായി, ആ കുടുംബത്തോളം ദൈവത്തിൻ്റെ മകളായി. അത് രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസമൊക്കെ ഈ ബ്രെയിനൊക്കെ ഡാമേജായി ഓർമ്മയില്ലാതൊക്കെ കിടക്കുന്ന ഭർത്താവില്ലേ, അയാൾ ആദ്യമൊക്കെ അയാളുടെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാളും ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന അവരുടെ വിശ്വാസത്തിനല്ലല്ലോ അത്. അപ്പോൾ ആ ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന ഒരു രീതി കണ്ടിട്ട് അയാൾക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അയാളെ കിടന്നുണ്ട്. ചേട്ട പറഞ്ഞ ഇവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ അമ്മയും മക്കളും കൂടിയിരുന്നാണ് പ്രാർത്ഥിക്കണത്. മറ്റയാൾ കട്ടിലെ തളർന്ന് അവശനായി കിടക്കുകയാണ്. അപ്പം ഈ മനുഷ്യന് ഈ കുടുംബം കരകയറാൻ വേണ്ടി തൻ്റെ ഭാര്യയും മക്കളും കൂടി ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ അയാൾ നോക്കി ചിരിക്കും. കളിയാക്കി ചിരിക്കണതല്ല, നിസ്സഹായതയിലുള്ള ചിരിയാണ്. നിങ്ങളത് അനുഭവത്തിലൂടെ പോയാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ
അയാളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ കട്ടിലെ കിടന്നുകൊണ്ട് ചെല്ലാൻ തുടങ്ങി 3 ദിവസം. അങ്ങനെ ഒരു അഭിഷേകം പുള്ളിക്ക് കിട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള. ഓർമ്മയില്ലാതെ മലമൊക്കെ പോണ ഒരാളാണ്, നിങ്ങൾ ഓർക്കണം. ആ മനുഷ്യൻ അവിടെ കിടന്ന് ആ കുരിശെ കിടന്ന് ആ മനുഷ്യൻ ചെല്ലുകയാണ് പ്രാർത്ഥന. എല്ലാ ഓർമ്മയും ആരോഗ്യവും ഉള്ളവൻ ഉടമ്പടി എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മറന്നു പോയാൽ അവനെ ദൈവം എന്തെന്ന് വിളിക്കേണ്ടി വരും. ഇത് കേൾക്കണം നിങ്ങൾ. ഈ മനുഷ്യന് ഓർമ്മയില്ലായിരുന്നിട്ട് അദ്ദേഹം ഇവിടെ കണ്ടിട്ടില്ല, എന്താണെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് തൊടാനുള്ള അവസാനത്തെ ഒരു പിടിവള്ളി പോലെ എൻ്റെ മക്കളും ഭാര്യയും കൂടി ഇരുന്ന് ചെല്ലണ ഈ പ്രാർത്ഥന ആ മനുഷ്യൻ കിടന്നുകൊണ്ട് ചെല്ലുകയാണ്. ചെല്ലി ഒരാഴ്ച കൂടി 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ അനിത തൻ്റെ കൂടെ 10ാം ക്ലാസ്, ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. പിന്നെ പൈസ ഇല്ലാതെ കൊണ്ട് പഠിച്ചില്ല. പക്ഷെ അവൾ ബ്രില്യൻ്റ് ആണെന്നുള്ളത് അവളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്, അയാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ എവിടെ ജോലിയുള്ളതാണ്, ബാങ്കിൽ ജോലിക്കാരനാണ്. അപ്പോൾ അനിതയെ കണ്ട പഴയ കൂട്ടുകാരത്തെ കണ്ട പറഞ്ഞ്, എടി അനിതേ, ഞാനിപ്പോൾ എനിക്ക് ഒരു പോളിസി തരാം കേട്ടാ, നീ ഒരു ഡിപ്പോസിറ്റ് തരാമെന്ന് പറയും. ആരോടാ പറയണത്? പാത്രം മേടിക്കാൻ കാശില്ലാത്ത, തിന്നണ പാത്രം മേടിക്കാൻ പറ്റാത്ത ഒരാളിനോട് പറയണേ അയാൾക്ക് ഒരു ഡിപ്പോസിറ്റ് കൊടുക്കാൻ. അപ്പോൾ ഉടനെ അനിത പറയും, അനിത തൻ്റെ ഇടവൊന്നും ആരോടും പറയാത്ത ഒരാളാണ്, അതാണ് മനസ്സിലാവും. ആ പറഞ്ഞ്, എടാ എനിക്കിപ്പോൾ അതിനുള്ള പരുവൊന്നുമില്ല എന്ന് പറയും. അതൊന്നും പറഞ്ഞ കാര്യം, നിൻ്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. പരുവം ഉണ്ടായില്ല എന്ന് വീട്ടിൽ വരുമ്പോൾ നോക്കാമെന്ന് പറയും. ഇവന് ഈ അധികാരമുണ്ടല്ലോ, അവർക്ക് പരസ്പരം പഠിച്ചവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അധികാരമായിരിക്കുമല്ലോ. എത്ര ഉയർന്നു പോയാലും താന്നു പോയാലും ഒരു ബന്ധമുണ്ടാകും. അപ്പം അത് അവനുടനെ കഴിഞ്ഞ അടുത്ത ആഴ്ച തിരക്കി വരും പോളിസി മേടിക്കാൻ വേണ്ടി. ഇവിടുന്ന് ആ ഡിപ്പോസിറ്റ് മേടിക്കാൻ വേണ്ടി തിരക്കി വരും. എന്നിട്ട് വിളിക്കും, അടുത്ത് വന്ന് എവിടെയോ ഒന്ന് വിളിച്ചിരിക്കും, നിൻ്റെ വീട് എവിടെയാണ്, ഞാൻ ഇവിടെ വരെ എത്തിയണമെന്ന് പറയും. അങ്ങനെ അവൻ ഇവളുടെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴാണ് ഈ കോലം കണ്ടിട്ട് അവൻ യഥാർത്ഥത്തിൽ കരഞ്ഞു പോകും. അത്രക്കും കാര്യം അവനതൊന്നും പ്രതീക്ഷിച്ചില്ലല്ല. പിന്നെ ഇപ്പം ഈ അവസ്ഥ കണ്ടില്ലേ, പിന്നെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റണമെന്ന് നോക്കിയിട്ട് അവനുടനെ ഒരു ക്ലീനിങ് ജോലി ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇത് 2 മണിക്കൂർ ഓരോ വീടുകളിൽ പോയി ക്ലീൻ ചെയ്യണം. അതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവൾ പറയുന്നൊരു വാക്കുണ്ട്, അവിടെ എല്ലാം അവനെ കൊണ്ടുവന്ന മാതാവാണ്. അതാണ് വിഷയം. എൻ്റെ ക്ലാസ്മേറ്റ് വന്നതല്ല പറയണത്, ക്ലാസ്മേറ്റിലൂടെ വന്നതാരാണ്? മാതാവാണ്. കാര്യം എന്താണ്? അവൻ എനിക്ക് കാണിച്ചു തന്ന വീടെല്ലാം ഈശോൻ്റെ വീടാണ് നിന്ന്. എന്ന് വെച്ചാൽ അവിടെ ഈശോനെ അക്ഷരാർത്ഥത്തിൽ ഈശോനെ ജീവിക്കുന്ന വീടാണ്. ഇപ്പോൾ അവിടെ ഒരു മാമിനെക്കുറിച്ച് പറയും. ഇപ്പോൾ മാമൻ ഇവളേക്കാൾ പ്രായം കുറഞ്ഞതാണെങ്കിലും ഇവളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ വിശേഷമൊക്കെ തിരക്കും. ഇവളൊന്നും പറയത്തില്ല, ഇങ്ങനെ വിട്ട് പറയണ ആളല്ല. പക്ഷേ മകൾ വന്ന് വീട്ടിൽ, നീ എൻ്റെ മകളെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പറയും, മകളെ ഫീസ് അടക്കാൻ പറ്റാതെ വന്ന് വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറയും. അപ്പോൾ മാം പിന്നെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കും. അവൾക്ക് 1,70,000 രൂപ വേണം. 1,70,000 രൂപ വേണം അവളുടെ ഫീസ് അടക്കണമെങ്കിൽ. അതുടനെ പറഞ്ഞാൽ അവളോട് ഇങ്ങനെ പറ, അവളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് മാം ഈ 70,70,000 രൂപ പെട്ടെന്ന് കൊടുക്കും. അപ്പോൾ ഒരു വിഷയം പോകണത്, ഇവരൊക്കെ നേരത്തെ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലേ. മാതാവ് ലിങ്ക് ചെയ്യണ കണ്ട നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നിങ്ങളിവിടെ മാമിൻ്റെ വായിട്ട് നോക്കിയിരിക്കരുത്, മാതാവ് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അമ്മ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യണമെന്ന് നോക്കി ഒരു ഉടമ്പടിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച ഇവർ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് ഇവൻ തിരിച്ചു വരും. അവിടെ പഴയ ക്ലാസ്മേറ്റല്ലേ ഇങ്ങനെ പ്രളയം കയറി വീടെല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവ് വണ്ടി ഇടിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരവസ്ഥ കിടക്കുന്നത്. അവിടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. പണ്ട് 10ാം ക്ലാസ് പഠിച്ച പിള്ളേരെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. അവരൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് പലരും. ഒത്തിരി പേര് നല്ല വരുമാനമുള്ളവരാണ്. അവരെങ്ങനെ വരുന്നത്? ഇവളുടെ വീട് 3 മുറിയും വാരവും സിറ്റൗട്ടും എല്ലാം ഉള്ളൊരു മുറിയുടെ സ്കെച്ച് എൻജിനീയറിനെ കൊണ്ട് വരപ്പിച്ചുകൊണ്ട് വരികയാണ്. പറഞ്ഞത് ഇതാണ് നിൻ്റെ വീടെന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തറക്കല്ലിട്ട് കൊടുത്തിട്ട് വീട് 30 മുക്കാലും കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന്.
അപ്പോൾ ഈ ആൾക്കാർ, അതായത് ഉടമ്പടിയുടെ സഞ്ചാരം ഇങ്ങനെ പോണതെങ്ങനെ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനകോടികൾ അഭിഷേകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും, വ്യക്തികളെല്ലാം നവീകരിക്കും. കാര്യം എന്താണ്? ഇത് സഞ്ചാരി മാതാവാണ്. മാതാവ് കൂടെ വന്നിട്ട് നിന്നെ രക്ഷിക്കാനുള്ള മാർഗം, നിൻ്റെ ആ പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളിൽ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. എല്ലാവരെയും ഇതൊക്കെ പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നിങ്ങൾ കമ്മിറ്റ് ആകാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ പലരും ഉണ്ട ഒരു വിഷയം, നിങ്ങൾക്ക് ദൈവത്തെ, ഇപ്പോൾ ഇവരൊക്കെ ഈ അനിതയൊക്കെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നത്, ആദ്യമാണ് ഈ ഈശോനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു വിഷയം പണ്ടേ പരിചയപ്പെട്ടതാണ് നിങ്ങളുടെ ദുരന്തം. നിങ്ങൾക്കെല്ലാം ഉള്ളൊരു കുഴപ്പം പണ്ടേ പരിചയപ്പെട്ടതാണ്. അന്ന് തന്നെ ഈ നാട്ടുകാർ പറഞ്ഞപ്പോൾ മണവാഞ്ചമ്പലത്തിൽ ഓരോ കാര്യം കൈകാര്യം ചെയ്ത് കുളമായി. ഇന്ന് സത്യസന്ധമായ കാര്യങ്ങൾ കേട്ടാലും അത് പഴയതുപോലെ കണ്ടിട്ട് ഒരു 10, ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തില്ല. അങ്ങനെയൊക്കെ തിരിച്ച് ഇരന്ന് പണി മേടിച്ചിട്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് യേശുവിനെ പരിചയപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന ഒരു ആക്രാന്തങ്ങളില്ലേ, ആധ്യാത്മിക ആക്രാന്തം, ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും, അതുപോലെ നിങ്ങൾ റീസെറ്റ് ചെയ്യണം. എന്നിട്ട് അനേക ആയിരങ്ങളെ ഇതിനകം രക്ഷപ്പെടുത്തി ആത്മഹത്യ എന്നപോലെ വീണ്ടെടുത്ത ആ ഉടമ്പടിയിൽ സഞ്ചരിക്കുന്ന മാതാവും, അത് ഓരോരുത്തർ അനിത എന്താ പറയണത്, അനിത പറഞ്ഞത്, എനിക്കെങ്ങനെ മനസ്സിലായത് വെച്ചാൽ, ഞാൻ ഇവനെ കാണുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുകാരനെ കാണുന്നതിന് മുമ്പ് മാതാവിനെ കണ്ടു എന്നാണ് പറയണത്. അത് ഇവർ രണ്ടും പറയുന്നുണ്ട്. റോയിയുടെ വൈഫും പറയുന്നുണ്ട്, അനിതയും പറയുന്നുണ്ട്, മാതാവിനെ കണ്ടു. അതാണ് നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയണത്. ഒരു നിമിഷം അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. ഒരുത്തർ തിരി തെളിക്കുമ്പോഴാണ് അമ്മയുടെ സാന്നിധ്യം വന്ന് പോയത്. അപ്പോഴേ ഈ സാന്നിധ്യമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു വിഷയം. അത് അച്ഛൻ സാന്നിധ്യത്തെക്കുറിച്ച് നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയെടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ആവശ്യം പോലെ തന്നെ നിങ്ങൾ ദൈവത്തിരുസന്നിധി സമർപ്പിക്കേണ്ട വിഷയമാണ്. അമ്മേ, എനിക്ക് അമ്മയെ തൊടണം, അമ്മയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സുവിശേഷ വിഹിതമായ ജീവിത വിശുദ്ധിയിലൂടെ ഉടമ്പടി ഇഹത്തിലും പരത്തിലും മഹത്വം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ സംവിധാനമാണെന്നുള്ള ആ ഒരു ബോധത്തിൽ അതിലേക്ക് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കണം എന്നുള്ള വളരെ വലിയ ഒരു അറിവിൽ നിങ്ങൾ വിജയിച്ച് അതിൽ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി നിറവേറ്റി നിങ്ങൾ ദൈവത്തെ പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. എല്ലാവരും എഴുന്നേൽക്കുക, ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് ഈശോയുടെ നാമത്തിൽ അവിടെ നിന്ന് നൽകിയ പൗരോഹിത്യത്തിൻ്റെ ഒരു ആധ്യാത്മികമായ ശുശ്രൂഷയുടെ ഭാഗമായി കർത്താവിൻ്റെ അരുളപ്പാട് അനുസരിച്ചാണ് ധ്യാനകേന്ദ്രങ്ങളിലെ രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുന്നത്. സ്ത്രീകന്മാരെ ഈശോ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാൽ
ആ ഭവനത്തെ ആശീർവദിക്കണം. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. ആദിമസഭയിലും അതുതന്നെയാണ് സഭ അനുവർത്തിച്ചത്. നിങ്ങളെ രോഗിയാകുമ്പോൾ സഭാപുരോഹിതനെ വിളിച്ചുകൊണ്ട് വരിക. അവർ വന്നവനെ സൈത്ത് പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഇപ്പം സൈത്ത് പൂശണത് ആദ്യകാലം മുതലുള്ള ദൈവികമായ നടപടിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി ഉണ്ടായില്ലേ? അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സൈത്ത് എൻ്റെ കയ്യെ തേച്ച് തന്ന് ഞാനത് കൊണ്ടുപോയി എൻ്റെ വയറിൽ പെരട്ടി. അപ്പോൾ സിസ്റ്റും അതുപോലെ ഫൈബ്രോയിഡുകളും അപ്രത്യക്ഷമായെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. വലിയ സാക്ഷ്യമാണ്. ഭരണീയം, തിരുവനന്തപുരം ഭരണീയത്തുള്ള ഒരു മോളുടെ സാക്ഷ്യമാണ്. അപ്പം അത് തന്നെയാണ് ഇന്ന് അടയാളങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഇതിലൊന്നും ആൾദൈവമോ സിദ്ധം കളിയോ ഒന്നുമില്ല. സുവിശേഷത്തിൽ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനാണ് ഞങ്ങളെ ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങളെ ഒരുക്കുന്നത്. അതിനെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അത്തരത്തിലും ഹൃദയത്തിലും വിശുദ്ധി സൂക്ഷിക്കണം. അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വചനങ്ങൾ നൽകുന്നത്. വചനാധിഷ്ഠിതമായി നിങ്ങൾ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു 2 കൊരിന്ത്യർ 1:20 പറയുന്നു, സകല വാഗ്ദാനങ്ങളുമാണ്, രോഗശാന്തി മാത്രമല്ല, സകല വാഗ്ദാനങ്ങളുമാണ് ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രാപിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണാണ് ഉപയോഗിക്കുന്നത്. അത് മരിയൻ വെപ്പണാണ്. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അടയാളങ്ങൾ നടക്കാൻ കാരണം. അതാണ് ലോകത്ത് എല്ലാ ദിവസവും സാക്ഷ്യം പറയണ ഒരേ ഒരു ധ്യാനകേന്ദ്രമാണ്. അതൊക്കെ മനസ്സിലായി. അതെന്താ കാര്യം? മരിയനായതുകൊണ്ടാണ്. മരിയൻ്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ശരിക്കും മരിയൻ എന്താണെന്ന് നമുക്ക് ഇന്നും അച്ഛന് പിടിയിട്ടില്ല, എനിക്ക് പിടിയിട്ടില്ല. ഞാൻ സെമിനാരി ചേരുമ്പോൾ ഞങ്ങളുടെ സെമിനാരി പാർലറിൽ ഒരു ഭൂഗോളവും പിടിച്ചു നിൽക്കുന്ന മാതാവിൻ്റെ വലിയൊരു ഛായാഗ്രഹ ചിത്രമുണ്ടായി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെജീന മിഷനോരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ക്വീൻ ഓഫ് മിഷൻസ്. ആത്മാക്കൾ യേശുവിനെ അറിയാത്തവരുടെ അറിയിക്കാൻ വേണ്ടിയുള്ള മിഷൻ്റെ രാജ്ഞിയാണ് അമ്മയെന്ന്. ഇപ്പം ആ രൂപം അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം മനുഷ്യൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി. എന്താ സംഭവിച്ചതെന്ന്. സെമിനാരിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ മിഷൻ പോയിട്ട് അതിന് പകരം പണ്ട് മരിച്ചുപോയ ഒരു ശുശ്രൂഷകൻ്റെയോ വേറെ ആരുടെയോ എനിക്കൊണ്ട് അവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്ത്. എനിവേ ഭയങ്കര സങ്കടം തോന്നി അത് കണ്ടപ്പോഴേ. കാര്യം ഞാനത് കണ്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ നോക്കി മാതാവിൻ്റെ ഇപ്പോൾ നിൽക്കും റെജീന മിഷൻ ഒരു എന്താണ് മിഷൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അന്ന് ഞാൻ കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ചാണ്. 1976-77 കാലഘട്ടം. ഇന്നവിടെ രൂപമില്ല. ഒരു രൂപമാണ്, പടമാണെന്നൊരു കാര്യമില്ല. ഞാൻ എന്താ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് ഓർത്തിരിക്കണത്? അതിൽ നിന്ന് എനിക്ക് ചൈതന്യം കയറ്റിയിട്ടാണ്. ഞങ്ങളുടെ വീടുകളിലൊക്കെ വിശുദ്ധമായ രൂപങ്ങൾ സൂക്ഷിക്കുകയും അവിടെയെല്ലാം വചനം എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കാലത്ത് ആ വചനം ഒന്ന് തോണ്ടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പൗലോസിന് കിട്ടാഞ്ഞ തുറവിയാണ് ഫ്രാൻസിസ് സേവന് കിട്ടിയിരിക്കുന്നത്. എന്താ കാര്യം? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാൾക്ക് മാതാവിനെ അറിയാൻ പാടില്ലായിരുന്നു, മറ്റേ ആൾക്ക് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ലേ മറിയം ആരാണെന്ന്? എല്ലാം വാതിലും തുറന്നു നിൽക്കാൻ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ മാധ്യസ്ഥന് സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രോഗങ്ങൾ, മുഴുവൻ ജീവിത തടസ്സങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടിയായി ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന ആരാധന. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ മാരക രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന തീരാവേദികള് വിട്ടുമാറാൻ വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന
ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതയുള്ളവരെ, ജീവിതം മടുത്തവരെ, തീർന്നവരെ, എല്ലാ വാതിലും അടഞ്ഞു പോയവരെ തുറക്കപ്പെടാൻ വേണ്ടി, ഉടമ്പടി എടുത്ത മുഴുവനും ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി എല്ലാ അടഞ്ഞുപോയ വാതിലുകളും, എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ, ജോലിക്കുള്ള തടസ്സങ്ങൾ, വിസയ്ക്കുള്ള തടസ്സങ്ങൾ, പഠനത്തിനുള്ള തടസ്സങ്ങൾ, സാമ്പത്തിക വരുമാന തടസ്സങ്ങൾ, ആധ്യാത്മിക മുന്നേറ്റ തടസ്സങ്ങൾ, രോഗത്തിൻ്റെ എല്ലാവിധ ആവശ്യകതകളും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നു. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കർത്താവേ, പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രതിരോധ്യമായ അങ്ങ് പോലും നിഷേധിക്കാതിരുന്ന നിഷേധിക്കാമായിരുന്നിട്ടും അമ്മയുടെ വാക്ക് മാനിച്ച അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം വെച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേലും ദൈവികമായ അടയാളങ്ങൾ ലഭിക്കട്ടെ. ദൈവനാമത്തിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, വീണ്ടും വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, പല പല മരുന്ന് കഴിച്ചിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും രോഗം വിട്ടുമാറാത്തവർ, എല്ലാ തരത്തിലും ഒന്ന് ഈടറവായി പോയി ഒരു അനക്കവുമില്ലാതെ, ഒരു ഫയലിന് ഒരു അനക്കമില്ലാതിരിക്കുന്നവരെ, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും, ആരോട് പറയും, ഒന്നും അറിയാൻ പാടില്ലാതെ മാനസികമായും മരയിപ്പ് വന്നു പോയവരുടെ മേലെല്ലാം മാതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവിക കൃപയുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. മാരക രോഗങ്ങൾ, തീരാവേദകൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അന്വേഷണം മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ എന്തെങ്കിലും കാര്യം ഒന്നും വിട്ടു പോയിട്ടില്ല, ജനറലായിട്ടാണ് എല്ലാ വിഷയവും ഈശോയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് പറയാം. ഓൺലൈനിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് ഇപ്പോഴാണ് നിങ്ങളിത് തുറക്കുന്നതെങ്കിലും നിങ്ങൾ തുറന്ന് ഈ ആരാധനയിൽ അമ്മയോട് ചേർന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുക.